വീണ്ടും അഭിനയ രംഗത്ത് സജീവമാവുകയാണ് പ്രശസ്ത സിനിമാ താരം കണ്ണൂർ ശ്രീലത. ഇതിനോടകം നിരവധി ചലച്ചിത്രങ്ങളിലും ടെലിവിഷൻ രംഗത്തും തിളങ്ങിയ അഭിനേത്രിക്ക് സംസ്ഥാന പുരസ്കാരവും ലഭിച്ചിരുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം ഇത്തവണ ഷോർട്ട് ഫിലിമിലൂടെയാണ് ക്യാമറയ്ക്ക് മുന്നിലെത്തിയത്. ഏവർക്കും സുപരിചിതയായ മലയാളത്തിലെ പ്രശസ്ത സിനിമാ താരമാണ് കണ്ണൂർ ശ്രീലത. ഏറെ വർഷം സിനിമയിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഒരു ഇടവേള എടുത്തിരുന്നു. കണ്ണൂർ ശ്രീലതയുടെ പുതിയ വിശേഷങ്ങളാണ് അറിയുന്നത്. വെള്ളിത്തിരയിൽ ഒരു കാലത്ത് തന്റേതായ ഇടം കണ്ടെത്തിയ അഭിനേത്രി, മലയാള സിനിമയിലെ ഒട്ടേറെ കഥാപാത്രങ്ങൾക്ക് ജീവൻ പകർന്ന കണ്ണൂർ ശ്രീലത വീണ്ടും അഭിനയ രംഗത്ത് സജീവമാവുകയാണ്. സിനിമയിലും ടെലിവിഷൻ രംഗത്തുമായി ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ച താരം ഇടവേളയ്ക്ക് ശേഷം ഒരു ഷോർട്ട് ഫിലിമിലൂടെയാണ് വീണ്ടും ക്യാമറയ്ക്ക് മുന്നിലെത്തിയത്. 1983 പ്രശ്നം ഗുരുതരം എന്ന ചിത്രത്തിലൂടെ സിനിമയിലേക്ക് എത്തിയ കണ്ണൂർ ശ്രീലതയ്ക്ക് പിന്നീട് മലയാള സിനിമയിൽ നിരവധി ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ ലഭിച്ചു. നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച ഇവർ സിനിമയ്ക്കൊപ്പം ടെലിവിഷൻ രംഗത്തും സജീവ സാന്നിധ്യമായി മാറി. സംസ്ഥാന പുരസ്കാരം ഉൾപ്പെടെയുള്ള അംഗീകാരവും തേടിയെത്തി. അഭിനയ ജീവിതത്തിന്റെ തിരക്കുകളിൽ നിന്ന് പിന്നീട് വ്യക്തിജീവിതത്തിലേക്ക് ഒതുങ്ങിയപ്പോഴും കലയും ക്യാമറയും ശ്രീലതയിൽ നിന്ന് അകന്നിരുന്നില്ല. ജീവിതത്തിലെ ചില വേദനകളെ തുടർന്ന് അഭിനയത്തിൽ നിന്ന് മാറി നിന്ന കാലത്തിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും മടങ്ങിയ വരവ്. ഒരു 1.5 വർഷത്തിലും മേലെയായി അഭിനയ രംഗത്ത് നിന്ന് വിട്ടു നിൽക്കാൻ അങ്ങനെ പോവാറില്ല. അദ്ദേഹത്തെ ഒറ്റക്കിട്ടുകൊണ്ട് പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ഞാൻ എങ്ങോട്ടും പോകാറില്ല. കൂടെ വരുവാണെങ്കിൽ മാത്രമേ ഞാൻ പോയിട്ട് ചെയ്യൂ, അല്ലെങ്കിൽ ചെയ്യില്ലായിരുന്നു. അദ്ദേഹം മരിച്ചിട്ട് ഇപ്പോൾ സെപ്റ്റംബർ 17 വന്നാൽ 1 വർഷമായി. അതിനിടയിൽ അദ്ദേഹം എഴുതിയിരിക്കുന്ന പുസ്തകത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഓണം ഓർമ്മ എന്ന ഈ ടെലിഫിലിം നിർമ്മിച്ചിരിക്കുന്നത്. യാദൃശ്ചികമായിട്ടാണ് അവരെന്നോട് കഥ പറയുന്നതും. അപ്പോൾ ഈ കഥ ആ പുസ്തകത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ദീപ്ത പ്രകാശ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരത്തിലാണ് ഓണം ഓർമ്മ എന്ന് പറയുന്ന ഈ കവിത ഉണ്ടായിരുന്നത്. അത് അവർ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇതും തമ്മിൽ വളരെ ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ഒരുപാട് ബന്ധമുണ്ടെന്ന് അവർ പറഞ്ഞു. എന്നോട് 6-7 വർഷമായി അത് എഴുതി വെച്ചിട്ടെന്ന്. പക്ഷെ അതൊരു നിമിത്തം പോലെ എൻ്റെ മുന്നിൽ തന്നെ വന്നു പെടാനും എനിക്കതിൽ അഭിനയിക്കാനും പറ്റി. അത് തന്നെ ഒരു വലിയ ഭാഗ്യമായിട്ട്. ഇത്തവണ വലിയൊരു സിനിമയിലൂടെയല്ല, ഒരു ഷോർട്ട് ഫിലിമിലൂടെയാണ് ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്തുന്നതെങ്കിലും വീണ്ടും അഭിനയിക്കുന്നതിന്റെ സന്തോഷവും പഴയകാല സിനിമ ഓർമ്മകളുമെല്ലാം ഈ തിരിച്ചുവരവിന് മാറ്റുകൂട്ടുന്നുണ്ട്. ഒത്തിരി ആളുകളുടെ ബഹളത്തിനിടയിലായിരുന്നല്ലോ അന്നത്തെ സിനിമ. ഇന്നിപ്പം നമുക്ക് ഞാൻ സത്യം പറഞ്ഞ അന്തം വിട്ടുപോയത്, രാജൻ ഈ ഇതിൽ നിന്ന് ക്യാമറയിൽ എടുത്തിട്ട് എങ്ങനെയായിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. എങ്ങനെയുണ്ടാവും ഇതെടുത്ത് സ്ക്രീൻഷോട്ടൊക്കെ എങ്ങനെയുണ്ടാവും. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം വല്ലാത്തൊരു അത്ഭുതമാണ് തോന്നിയത്. ആ മൊബൈൽ ക്യാമറയിലാണ് എടുത്തതെങ്കിൽ പോലും പക്ഷെ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇത്രയും പിക്ചറൈസായിട്ട് വരുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. ഷോട്ടുകൾ കണ്ടു കഴിഞ്ഞപ്പോൾ അത്രയും നന്നായി സൂപ്പറായിട്ട് അത് ചെയ്തിട്ടുണ്ട്. എല്ലാം പഴയതുപോലുള്ള റിസ്കോ ഒരുപാട് ആൾക്കാർ ബഹളം ഇതൊന്നുമില്ല. ലൈറ്റ് ക്യാമറ ലൈറ്റ്സ് പ്രൊഡക്ഷൻ്റെ അങ്ങനത്തെ ഉള്ള ഒരു ബഹളങ്ങളും ഇല്ലാതെ ഒറ്റയ്ക്ക് നിന്നുകൊണ്ടാണ് രാജൻ ഇതെല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. കണ്ണൂർ കിഴുത്തള്ളിയിൽ ഇപ്പോൾ താമസിക്കുന്ന ശ്രീലത അഭിനയത്തോടുള്ള അതേ സ്നേഹവുമായാണ് വീണ്ടും ക്യാമറയ്ക്ക് മുന്നിലെത്തിയത്. കാലം മാറിയെങ്കിലും ആ മുഖത്തിന്നും അഭിനയത്തിന്റെ തിളക്കമുണ്ട്. അഭിനയത്തിൽ സജീവമാവാൻ തന്നെയാണ് കണ്ണൂർ ശ്രീലത മാഡത്തിന്റെ തീരുമാനം. മെൽച്ചെടിശ്ശേരിക്കൊപ്പം ഷാരിമ രാജൻ, കണ്ണൂർ.